ഹായ് ഗൈസ്. അപ്പം മാലൂസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉറങ്ങി എണീച്ചിട്ടുള്ളൂ, അതിൻ്റെ ഒരു ഇതാണ്. ഞാൻ ഇന്ന് ഞായറാഴ്ചനെ കൊണ്ട് കുറച്ച് നേരത്തെ എണീച്ച് വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചാണ്, ബട്ട് പറ്റിയില്ല, ഉറങ്ങിപ്പോയി. അപ്പം ഞാൻ എന്തായാലും ഇന്ന് വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ടൈം ഒരു 8:30 അപ്പോൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി വിചാരിച്ചത്, ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കണമെന്ന് എന്താ ആലോചിച്ച് നിൽക്കുകയും. അപ്പോൾ എൻ്റെ ഹോം ടൗണിൽ തന്നെ നല്ലൊരു അടിപൊളി പള്ളിയുണ്ട്. പള്ളിയെന്ന് വെച്ചാൽ അങ്ങനത്തെ പള്ളിയല്ല, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു പള്ളി. ബട്ട് അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിട്ട് എന്താ പറയുക, നല്ല പൂക്കളൊക്കെ വെച്ച് നല്ലൊരു വിൻറ്റേജ് രീതിയിൽ കൊണ്ടുവന്ന് ക്ലിയർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നിങ്ങൾക്ക് ഇന്നത് പരിചയപ്പെടുത്തി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആയിക്കല്ലോ, ഉറങ്ങി എണീച്ചിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. ഹായ്. അപ്പം നമ്മൾ പള്ളിയിലേക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കഷ്ടിച്ച് ഒരു മിനിറ്റ് പോലും ഇല്ല ഇങ്ങനെ നടന്നെത്താവുന്ന ദൂരമുള്ളൂ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്ളോഗ് ഇട്ടിരുന്നു, പക്ഷേ അത് വലിയൊരു അങ്ങനെയല്ല, ഞാനും എൻ്റെ കമ്പനിക്ക് തന്നെ ഒരു ഫണ്ണാക്കിയിട്ടൊരു വ്ളോഗിന്. അത് ജസ്റ്റ് ഓൻ്റെ വണ്ടി എന്നൊക്കെ ഒരു ചായ അടിക്കാൻ പോവുക, അങ്ങനെയൊക്കെയുള്ളൊരു വ്ളോഗിന്. മീൻസ് എനിക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് ഫോണൊക്കെ പിടിച്ച് വ്ളോഗൊക്കെ എടുക്കണ പോലെ ഒന്ന് ആ ഒരു ആൻസൈറ്റി ഉണ്ടാവുമല്ലോ, നമ്മൾ ആൾക്കാരെ മുന്നിൽ വ്ളോഗൊക്കെ എടുത്തു പോകണം, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചെയ്തതിന് ഞാൻ. അപ്പോൾ ആ വ്ളോഗ് ഞാൻ വിചാരിക്കാത്ത രീതിയിലുള്ള റെസ്പോൺസ് കാര്യങ്ങളൊക്കെ കിട്ടും. മീൻസ് എന്താ പറയുക, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് ആളുള്ളൂ, അതിലും കൂടുതൽ ആൾക്കാർ ആ വ്ളോഗ് കണ്ടിരിക്കണ്, ലൈക്കൊക്കെ ഉണ്ട്. പിന്നെ 2-3 സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് വേറെ കിട്ടി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആ വ്ളോഗിൽ നടന്ന്. ഏകദേശം ആ പള്ളീൻ്റെ അടുത്ത് നമ്മൾ എത്താനായിട്ടുണ്ട്. ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം. മീൻസ് പള്ളിയിൽ കുറേ ഈ പള്ളി മീൻസ് എന്നെ കുറേ നല്ല നല്ല കാര്യങ്ങൾ കാണാനുണ്ട്. നല്ല ഒരു മതപരമല്ലാത്ത രീതിയിൽ നമ്മൾ അത് ഒരു അത്ര ഭംഗിയിൽ കാണാൻ പറ്റുമല്ലോ, ആ ഒരു രീതിയിൽ കാണാൻ പറ്റുന്ന പള്ളിയാണ്. സോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. പള്ളീൻ്റെ എൻട്രൻസാണിത്. ആ പള്ളീൻ്റെ എൻട്രൻസാണ് ഈ കാണുന്നത്. ആ ഷോപ്പല്ല കേട്ടോ, ഈ ഗേറ്റ് ഈ ഗേറ്റാണ് ഈ പള്ളീൻ്റെ എൻട്രൻസ്. കാണാൻ പറ്റുന്നുണ്ട് അതോ ഹൈവ ഫുള്ള് ചെടികളൊക്കെ വെച്ച് വളരെ എന്താ പറയുക, ഫുള്ള് മെയിൻറ്റെയിനിങ് ആണ് ഇവർ മെയിൻ ഇട്ടോ. കണ്ടോ, ഫുള്ള് മെയിൻറ്റെയിനിങ് ആണ്. ഈ ചെടി കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും ഇവർ. അപ്പം ഇതാണ് ആ പള്ളിയൊക്കെ. ഇനി ഇതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി. അപ്പം ഈ പള്ളി മീൻസ് കുറേ കൊല്ലങ്ങൾ പഴക്കമുണ്ട് ഈ പള്ളിക്ക്. അങ്ങനെ ഇവിടുത്തെ കമ്മിറ്റി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇത്ര ഭംഗിയിൽ ഇപ്പോഴും കൊണ്ടെടുക്കുന്നുണ്ട്. ഇത്ര ഇയേഴ്സ് ബാക്കായിട്ടും കൊണ്ട് നടക്കുന്നുണ്ട് ഈ പള്ളി. ഈ പള്ളീൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻസ് അല്ല, ആ പണ്ടത്തെ ആ ഒരു ഇൻറ്റീരിയർ ആയിട്ടുള്ള ഡിസൈൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാണിച്ചുതരാം. ഹലോ ഗൈസ്, ഈ ഫ്രണ്ട് തന്നെ വളരെ ഭംഗിയിലായിട്ട് ഇപ്പോൾ ഇത് റിനോവേറ്റ് ചെയ്തതാണ്. ഈ റമദാനൊക്കെ പ്രമാണിച്ചിട്ട് ചെയ്തതാണ് ഇത്. ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ച് ഫുള്ള് ചെടികൾ, എനിക്ക് കൊടുത്ത ചെടികളാട്ടോ ഭയങ്കര രസമായി തോന്നുക. ഫുള്ള് ചെടികളാണ് കണ്ടോ. മാത്രമല്ല അവിടെ പടർന്നു വരുന്ന ചെടികൾക്ക് ഇനിയും പടരാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഇതൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്, വള്ളി പടർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇവിടെ ഈ പള്ളിക്കാർ സ്വന്തമായിട്ടൊരു കുളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടു, ഒരു ചെറിയ കുളമാണ്, വലിയ കുളമൊന്നുമല്ല. അത് എന്തോ വൃത്തിയാക്കൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് പള്ളീൻ്റെ ഉൾഭാഗം പോയി കാണാം. പള്ളീൻ്റെ ഉൾഭാഗം കുറച്ചുകൂടി നല്ല രസമായിട്ടോ കാണാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജുമ്മക്ക് വരുന്ന പള്ളിയാണിത്. അപ്പം അതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം ഗൈസ്. അതൊരു സാധനം കാണിച്ചു തരാം. ഞാൻ ഇന്നേ വരെ ഈ മീനിനെ മീൻസ് ഷാർക്കിനൊക്കെ പലതരത്തിൽ കണ്ടിട്ടാണ്. ഈ ഒരു വൈറ്റ് ഷാർക്കിനെ ഞാൻ എനിക്ക് വേറെ എവിടെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, പക്ഷെ ഞാൻ ഈ പള്ളിയിൽ മാത്രമേ വൈറ്റ് ഷാർക്കിനെ കണ്ടിട്ടുള്ളൂ. ലുക്ക് കണ്ടോ, ഈ പള്ളിയിൽ നമ്മൾ അംഗശുദ്ധി വരുത്തുന്ന ഒരു കുളം പോലത്തെ സ്ഥലമാണിത്. ഇതിൽ നിറച്ച് മീനുകളാണ് കൈസ്. കണ്ടോ, നല്ല രസമുള്ള മീനുകളാണ്. ഈ വൈറ്റ് മീൻ, ഈ വൈറ്റ് ഷാർക്ക്, 3 വൈറ്റ് ഷാർക്ക് ഉണ്ട് ഇതിലൊരു ബ്ലാക്ക് ഷാർക്ക് ഉണ്ട്, അതിന് ഓവർ കാണില്ല. ഈ കുളം കുറച്ച് കലങ്ങി കിടക്കുന്നുണ്ടാണ്. പിന്നെ ഗൈസ്, ഇതാണ് പള്ളിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി. പള്ളിൻ്റെ ഉള്ളിലുള്ളൊരു എൻട്രിയാണിത്. ബാക്കി പള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചത്. ഞാൻ
ഞാൻ പറഞ്ഞ ആ വൈറ്റ് ഷാർക്ക് അതാണ്. അത് ചെറിയ ഷാർക്കാണ്, പക്ഷെ അതിൻ്റെ വലുതുണ്ട് കണ്ടോ, അതിൻ്റെ വലുതുണ്ട്. പിന്നെ മനുഷ്യന്മാരായിട്ട് കണക്കുള്ള മീനിനെ കാണണോ, സാധാരണ മീനുകളൊക്കെ എടുത്തു വന്നാൽ പോവില്ലേ, ഇത് കൈ വെച്ച് എടുത്ത് വരിക, കൈക്ക് കുത്താൻ നോക്കുക, അങ്ങനത്തെ ഒരു മീനാണിത്. ഇതെന്ത് മീനാണെന്ന് അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യണം. പിന്നെ സാധാ മീനുകളൊക്കെയാണ് ഇതിലുള്ളത്, ഇങ്ങനെ കുറച്ച് കൂട്ടമായിട്ട് കാണപ്പെടുന്ന മീനുകൾ. പിന്നെ പള്ളീൻ്റെ എൻട്രി ഇതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കാം. ഗൈസ്, ഇതാണ് ആ പള്ളീൻ്റെ ഉൾഭാഗം. പറഞ്ഞാൽ ഉറച്ചു നട്ട് സംസാരിക്കാൻ പറ്റില്ല, മെല്ലെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഇതാണ് കുറേ, ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ ഫാനുകളൊക്കെ. ഇത്ര വലിയ ഫാനൊക്കെ ഞാൻ ഇവിടെ തന്നെ കണ്ടിട്ടുള്ളൂ, വേറെ ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ നമ്മളെ ഈ പള്ളീൻ്റെ ഉൾഭാഗമാണ്. ഇതൊക്കെ നിസ്കരിക്കുന്ന സ്ഥലങ്ങളാട്ടോ. പിന്നെ ഉൾഭാഗം ഉള്ളോട്ട് നല്ല രസമാണ് കാണാൻ പറ്റും. ഇത് ലോക്കാണ്, കാണാൻ പറ്റില്ല. അപ്പം പഴയ ക്ലോക്ക്, പഴയ ഫാന്, ഇതിൻ്റെ ഓൾമോസ്റ്റ് ഇൻറ്റീരിയർ വരെ കണ്ടോ പണ്ടത്തെ ആ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ഡോറ് കാര്യങ്ങൾ, പണ്ടത്തെ പച്ച നീല ആ സാധനങ്ങളൊക്കെ കൊടുത്തത് ഒക്കെ പഴയതാണ് കഴിച്ചിവിടെ. ഞാൻ പറഞ്ഞല്ലോ അത്ര വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയാണ്. അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തൊരു കൊണ്ടുപോവാണ്. ഇതിൻ്റെ ഓൾമോസ്റ്റ് അപ്സ്റ്റേഴ്സ് വരെ നോക്കി നോക്ക്. പിന്നെ അപ്സ്റ്റേഴ്സ് വരെ കണ്ടു, നല്ല എന്താ പറയുക പഴമുള്ള പള്ളിയാണ്. അതിൻ്റെ മേലെ ഒന്ന് പോയേക്കല്ലോ നമുക്ക്. അതിൻ്റെ മേലെ പോയി നോക്കാം, ഒറ്റ മിനിറ്റ്. ഓ മേൻ, ഇതിൻ്റെ മേലെ ലോക്കാണ് ഗൈസ്, നമുക്ക് പോകാൻ പറ്റില്ല. ഐ എം സോറി. ബട്ട് എന്താ പറയുക, എനിക്ക് പറ്റുന്ന രീതിയിലുള്ളതൊക്കെ അങ്ങനെ കാണിച്ചു തന്നു കേട്ടോ. എനിക്ക് പറ്റണത് ഈ ഒരു രീതിയിൽ എനിക്ക് എങ്ങനെ കാണിക്കാൻ പറ്റുക ആ രീതിയിലൊക്കെ അങ്ങനെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പള്ളി. ഇവിടുന്ന് അടുത്ത് തന്നെയാണ്, കുറ്റിച്ചിറൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അവിടുന്ന് അതിനെപ്പറ്റി പറയാനൊന്നും കഴിയണില്ല. കാരണം എന്താ വെച്ചാൽ രണ്ട് ഭാഗത്തും ഫുള്ള് പണികൾ നടക്കണുണ്ട്. എന്താ പറയുക, വോയിസിൻ്റെ പെട്ടെന്ന് കിട്ടണില്ല, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ക്യാമറക്ക്. കാരണം രണ്ട് വോയിസും കൂടി മിക്സായി പോകുന്നുണ്ട്. അതുകൊണ്ട് വ്ളോഗ് ഇറങ്ങാൻ കുളമൊക്കെ അയക്കണം. വലിയ രീതിയിൽ സെറ്റപ്പിലൊക്കെ ഒന്നും ഞാൻ എത്തിയില്ല. എത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അടിപൊളിയാക്കിയിട്ട് വ്ളോഗൊക്കെ ചെയ്യും. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എന്നോട് അഡ്ജസ്റ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതിപ്പോൾ എന്താ പറയുക, എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ ആ പള്ളീനെ കുറിച്ച് അറിഞ്ഞിടത്തോളം ആരും ആ വ്ളോഗൊന്നും ചെയ്തില്ല ആ പള്ളീനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഇങ്ങനെ എൻ്റെ ഹോം ടൗണിൽ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടായിട്ട് ഞാൻ വ്ളോഗ് ചെയ്യാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ ചെയ്യാൻ ഫസ്റ്റ് ഇതിലൊരു വൈറ്റിലാണ്. ചിലപ്പോൾ ഇത് ചെയ്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ട്, ഞാൻ അറിയില്ലോട്ട് ആരും ചെയ്തിക്കണമെന്ന്. അപ്പോൾ എന്താ പറയുക, അങ്ങനെയാണ് ആ പള്ളി ഉള്ളത്. ആ പള്ളീൻ്റെ ഉള്ളിലോട്ട് ഓവർ കയറാൻ കഴിഞ്ഞില്ല, ഫുള്ള് ലോക്കാണ്. അപ്പോൾ ആ രീതിയിലായിരുന്നു ആ പള്ളി. കാര്യങ്ങളൊക്കെ അങ്ങ് കാണിച്ചു തന്ന്. എനിക്ക് അവിടുന്ന് ആ മുറ്റത്ത് നിന്ന് സംസാരിച്ചിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ, പക്ഷെ അവിടുന്ന് ഭയങ്കര പണീൻ്റെ സൗണ്ട്, അതൊക്കെ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് എന്തൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആ സിമെൻറ്റ് വയ്ക്കുന്ന സൗണ്ട്, ചട്ടി അങ്ങോട്ട് ഇറക്കുന്ന സൗണ്ട്, ഓരോ പറഞ്ഞ കാര്യമില്ല, ഓർക്ക് പണിയെടുക്കണ്ടേ, എനിക്കും പണിയെടുക്കണം. അപ്പോൾ അത് രണ്ടും നടക്കില്ല. അപ്പോൾ ഓരോ ലാസ്റ്റ് തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അതിനെപ്പറ്റി പറയാൻ വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരും. ഞാൻ പെട്ടെന്ന് വരുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓക്കെ, ബൈ.